നമസ്കാരം. മറ്റൊരു വാർത്തയാണ്. താരസംഘടന അമ്മയെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്നൊരു മറ്റൊരു സംഭവം, പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. നിലവിൽ താരസംഘടന അമ്മ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് ഇന്ന് വരെ ബാറ്റ അലവൻസ് എന്ന് വെച്ചാൽ ട്രാവൽ എക്സ്പെൻസ് നൽകിയിട്ടില്ല. ഇത്തവണ ഒരാൾക്ക് 3000 രൂപ വെച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 17 അംഗങ്ങൾക്ക് 51,000 രൂപ വരും. ചരിത്രത്തിൽ ആദ്യമായി കാണും. ഇതിനു മുമ്പ് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്നും ശമ്പളം എഴുതിയെടുക്കുമ്പോൾ വളരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇടവേള ബാബു ശമ്പളം എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അധ്വാനിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി. അതിനെ കുറ്റം പറഞ്ഞ ആളുകളൊക്കെയാണ് ഇപ്പോൾ കമ്മിറ്റിയിലിരിക്കുന്നത്. ഇവർ 3000 രൂപ വെച്ച് ഓരോ സിറ്റിങ്ങിനും വാങ്ങുന്നു. എല്ലാ മാസവും 2ാമത്തെ വെള്ളിയാഴ്ചയാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. ആ സമയത്ത് 3000 രൂപ വെച്ച് വാങ്ങാൻ തീരുമാനിച്ചു. കഴിഞ്ഞ മീറ്റിങ്ങിൽ കൊടുത്തു. കുറേ ആളുകൾക്ക് ക്യാഷായിട്ട് തന്നെ കൊടുത്തു. അത് എൻ്റെ അറിവിൽ ബയലോ പ്രകാരം തെറ്റാണ്. ബയലോയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഒരു കാരണവശാലും ഇതിൽ ഏറ്റവും രസകരമായ കാര്യമുണ്ട്. പറന്നു വരുന്നവർക്കും നടന്നു വരുന്നവർക്കും ഒരേ ബാറ്റ. പറന്നു വരുന്നവർക്കും നടന്നു വരുന്നവർക്കും ഓഫീസിൽ തൊട്ടടുത്ത് താമസിക്കുന്നവരുണ്ട്, അവർക്കും കിട്ടും 3000 രൂപ. ഈ പുതിയ കമ്മിറ്റി വന്നിട്ട് 1 രൂപയുടെ വരുമാന മാർഗം ഉണ്ടാക്കാതെ കഴിഞ്ഞ കമ്മിറ്റി ചെയ്തു വെച്ച പൈസ എടുത്ത് ദൂർത്തടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 3000 രൂപ എടുക്കുന്നത്. ഒരാൾ അങ്ങനെ 51,000 രൂപ എടുക്കുന്നു. ഏറ്റവും തെറ്റായ കീഴ്വഴക്കമാണ്. എത്രയോ പേർക്ക് മരുന്നിനുള്ളൊക്കെ പൈസയാണ് കഴിഞ്ഞ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ പദ്ധതിയിലെല്ലാം മുടങ്ങിപ്പോകാതെ മുന്നോട്ട് പോകാനിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു രീതി താരസംഘടന അമ്മയുടെ പുതിയ കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വിമർശനമുള്ളവരുമുണ്ട്. ഇത് അറിഞ്ഞപ്പോൾ പഴയ കമ്മിറ്റിയിൽ ഒരു അംഗമായ അന്വേഷിപ്പതിനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു നടപടിയില്ല, ഇതിനെതിരെ ശബ്ദമുയർത്തുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നടപ്പിലാക്കി മിനിറ്റ്സിൽ എഴുതി കൈയടിച്ച് പാസ്സാക്കി പൈസ വാങ്ങി പോയി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇത്രയും പ്രവൃത്തി ഒരു കാരണവശാലും അമ്മയുടെ ഓരോ അംഗങ്ങളും അംഗീകരിക്കില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അമ്മയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മൾ വാർത്ത ചോർത്തി കിട്ടുന്നതാണെന്ന് പറയുന്നത്. വാർത്ത കിട്ടുന്നത് എൻ്റെ കഴിവ് തന്നെയാണ്, വാർത്ത ചെയ്യുകയും ചെയ്യും. പക്ഷേ അമ്മയെ ചെയ്തിരിക്കുന്ന ഈ പൈസ എടുത്തത് തെറ്റായ കീഴ്വഴക്കമാണ് എന്നാണ് കൂടുതൽ അംഗങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഇടവേള ബാബുവിനെ കുറ്റം പറഞ്ഞവരുൾപ്പെടെ ഈ കമ്മിറ്റിയിലിരുന്ന് ഈ പൈസ എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് കമ്മിറ്റിക്കാരുടെ അടുത്ത് കഴിഞ്ഞ തവണത്തുള്ള കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ ആ കീഴ്വഴക്കം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു മുതിർന്ന കമ്മിറ്റി അംഗം, കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ കമ്മിറ്റിയിലില്ലാത്ത മുതിർന്ന അംഗവും എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത സിനിമാ മേഖലയിലെ അമ്മ സംഘടന എല്ലാവരും അറിയാൻ വേണ്ടി തന്നെയാണ് ഈ വാർത്ത ഞാൻ ചെയ്യുന്നത്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.